ദയവ് ചെയ്തൊന്നും മിണ്ടാണ്ടിരിക്കും പ്ലീസ്. സ്വയം എന്താ? ന്യായമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും ചില ആളുകൾ ഈ തരത്തിലാണ് മറുപടി പറയാം. അപ്പൊ നമുക്ക് തോന്നും നമ്മളെങ്ങാനും വലിയ തെറ്റ് ചെയ്തു പോയി. സോറി. അയാൾ ഈ തരത്തിൽ ഒച്ചയായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഈ ഫീലിംഗ് വരുന്നത്? നമ്മൾ എന്തോ തെറ്റ് ചെയ്തു പോയോ എന്ന് ഫീൽ. ചെറിയ പ്രായം മുതൽ ശീലം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ അടുത്ത് ആരെങ്കിലും ഒച്ചയായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് ഫീലാ വരിക? തെറ്റ് ചെയ്തു, സോറി, അടികിട്ട ആലോചിച്ച് നോക്കേ. ഇതേ ടെക്നിക്ക് തന്നെ അവർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫീലാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരിക. നമുക്ക് ആ ചോദ്യം തന്നെ മറന്നു പോകും. എന്നിട്ട് അയാൾ സൈലന്റ് ആയിട്ട് പോകും. സോറി ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പിന്നെ അയാളെങ്ങനെങ്കിലും ഓക്കെ ആയാൽ മതി. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനില്ല എന്നുള്ളതല്ല, പക്ഷെ ആ ചോദ്യം ഉള്ളിൽ കിടന്ന് ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കും. ആ ചോദ്യം നിങ്ങൾ അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം. ഞാൻ ആ ചോദ്യം അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അയാൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കും. അയാളോട് പറയാം, ചിലപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കും, ഈ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരിക്കും, നമുക്കൊരു മൂന്നാമതൊരാൾ സഹായം തേടാം, ഒരു കൗൺസിലടുത്ത് പോവാ, സംസാരിക്കുക, അതിനെ അയാൾ വിസമ്മതിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ പറയാ, എനിക്ക് ഈ തരത്തിൽ ഇങ്ങനെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ കഴിയില്ല, കാരണം എൻ്റെ സമാധാനം പോകുന്നുണ്ട്. എൻ്റെ സമാധാനം പോയാൽ നിങ്ങൾക്ക് എനിക്ക് സമാധാനം തരാൻ കഴിയില്ല, അതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ വീട്ടിൽ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന്. ആ വാണിംഗ് അയാൾ തിരസ്കരിക്കുകയാണെങ്കിൽ പോയി സംസാരിക്കുക, കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. നിങ്ങൾക്ക്